എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു സ്നാക്കാണ് ചെയ്യുന്നത്. വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന സ്നാക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതിൻ്റെ റെസിപ്പീസ് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അധികം പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, പിന്നെ ഒരു 2 നല്ല എരിവുള്ള പച്ചമുളക് ചേർക്കുന്നുണ്ട്. എരിവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ജീരകത്തിൻ്റെ പൊടിയായാലും ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകമല്ല, ചെറിയ ജീരകം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുകയാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്. ഈ തേങ്ങ ചിരകിയത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ബോണ്ടയ്ക്ക്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി, നമ്മൾ അപ്പം ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇതെല്ലാവരും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഒത്തിരി ലൂസായി പോകരുത് നമ്മുടെ ഈ മാവ്. ചെറിയൊരു തിക്നെസ്സിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്കൊരു അരമണിക്കൂർ അടച്ച് വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വെച്ചോളൂ. ഞാനിപ്പോൾ ഒരു അരമണിക്കൂറേ വെക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി സ്റ്റവ് ഓണാക്കി ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ലോവിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ലോവിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറേശ്ശെ ഇതേപോലെ ഒന്ന് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് 2 സൈഡും ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കത് വറുത്ത് കോരി മാറ്റാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം കരിഞ്ഞു പോകും, ഉള്ളിൽ വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന മാവും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ബോണ്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോണ്ടയാണ്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാം. അതില്ലെങ്കിലും വെറുതെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്